ഹായ്, നിങ്ങൾ ആ ഒരാളിൽ അത്രമേൽ അറ്റാച്ച്ഡ് ആണോ? അവരാണോ നിങ്ങളുടെ ലോകം? എങ്കിൽ നിങ്ങൾ കടുത്ത നിരാശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ സ്നേഹിച്ചവർ, നിങ്ങളെ മരണം വരെ കൂടെയുണ്ടാകും എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയവർ ഈ കഴിഞ്ഞ ജംഗ്ഷനിൽ ഇറങ്ങിയിരിക്കുന്നു. മുമ്പ് അവർ നിങ്ങൾക്ക് തന്നിരുന്ന സമയങ്ങളിലൊക്കെയും അവർ ബിസിയായി തുടങ്ങി. അതിന് പകരം അവർ സമയം കണ്ടെത്തുന്നുമില്ല. കാരണം കൂടാതെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കാനും ബഹളം വയ്ക്കാനും തുടങ്ങി. നിനക്ക് വേണമെങ്കിൽ നീ ഫോൺ കട്ട് ചെയ്തോ, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, നിനക്ക് എന്നോട് എന്തിനാണ് ഇത്ര ദേഷ്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. നിനക്ക് എന്നോട് പഴയ പോലെ സ്നേഹമില്ല, നീ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, എനിക്ക് നീ വില തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറ്റക്കാരാക്കാനും തുടങ്ങി. എങ്കിൽ സത്യത്തിൽ ഈ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും നിങ്ങൾക്കുണ്ടായിരിക്കുകയില്ല. പക്ഷേ അവർ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുകയാണ്, ഒറ്റപ്പെടുത്താൻ, മാറ്റി നിർത്താൻ തുടങ്ങിയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്, നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി നമ്മൾ മാറി നിൽക്കുന്നതാണ് അവർക്ക് സന്തോഷമെങ്കിൽ അങ്ങ് മാറിക്കൊടുത്തേക്കണം. അവർ മാറ്റി നിർത്തിയാലും നമ്മൾ മാറി നിന്നാലും വേദന നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ? അപ്പോൾ ഒരുപാട് വേദനിച്ചിട്ടാണെങ്കിലും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമ്മളങ്ങ് മാറിക്കൊടുത്തേക്കണം. അല്ലാതെ അവരുടെ പിറകെ പോയി കാല് പിടിച്ച് നാണം കെട്ട് എത്ര കിട്ടിയാലും പഠിക്കാതെ, എത്ര കൊണ്ടാലും മനസ്സിലാക്കാതെ ഇനിയും പിന്നാലെ നടക്കരുത്. മാറ്റം മനസ്സിലാക്കി മാറി നിൽക്കുന്നില്ലെങ്കിൽ അവർ മാറ്റി നിർത്തുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കും. ബൈ മോട്ടിവേഷൻ മലയാളം.